അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ബറാത്ത് രാവിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ രാവിലെ തന്നെ എണീറ്റ് വന്ന് മുറ്റടിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. കുറേ ഓലുണ്ട് കേട്ടോ, ഇങ്ങനെ കൊഴിഞ്ഞാടുണ്ട്, വെട്ടിരാനൊക്കെ ഉണ്ടായിരുന്നൊന്നും നമ്മൾ ഒരുങ്ങിയിട്ടില്ല. നോമ്പാകുമ്പോഴത്തേന് ഓലക്കൊടി വെട്ടിരാൻ, നനച്ചുടി പരിപാടി അതൊക്കെ ഉണ്ട് കേട്ടോ തുടങ്ങാൻ. നനച്ചുടി പരിപാടി ഞാൻ തുടങ്ങിയിട്ടുണ്ട്, ഏകദേശം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2 റൂം കൊണ്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുറ്റടിക്കലാണ് കഴിഞ്ഞ് കാണുന്ന നേരതാ ഞാനിവിടെ അടുക്കളയിലൊരു കൊട്ടത്തല നിറയെ പാത്രം ഉണ്ട് കേട്ടോ. അതെന്താന്ന് ചോദിച്ചാൽ ഇന്ന് രാത്രി എന്താ അറിയില്ല, ഭയങ്കര തലവേദന കേട്ടോ. അപ്പോൾ ഗുളിക കുടിച്ച് കാണാൻ അങ്ങോട്ട് കിടന്നിട്ടാ പോയിക്കാണ്ട് പിന്നെ പാത്രം കഴുകാൻ ചോറുന്ന പാത്രങ്ങളൊന്നും കഴുകി വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ രാവിലെ തന്നെ ഒന്ന് കഴുകി വെക്കണം. അപ്പോൾ അതിൻ്റെ അടിയിൽ ഇതാ നമ്മൾ ചായക്കൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട്, പത്തിരിക്കും വെള്ളം വെച്ചിട്ടുണ്ട്. പത്തിരി ഉണ്ടാക്കണത്, കട്ടിപ്പത്തിരി ഉണ്ടാക്കണത്. ആ പത്തിരിക്കും വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ വാട്ടാനായിട്ട്. അപ്പോൾ പാത്രങ്ങളൊക്കെ നന്നായിട്ടൊന്ന് മോറി എടുക്കുന്നുണ്ട്, എന്നെങ്കിലേ നമുക്ക് ചായ കുടിച്ചാൻ പാത്രം ഉണ്ടാവുള്ളൂ കേട്ടോ. ഫുള്ള് ഇന്നലെ ഉച്ചക്ക് രാത്രി ചോറുന്ന പ്ലേറ്റുകൾ മൊത്തം ഉണ്ട് കേട്ടോ. ഇന്നലെ അങ്ങോട്ട് തല വേദനിച്ചൊക്കെ ഇടുന്നതാണ്. പിന്നെ എന്താ അറിയില്ല, പിന്നെ എണീറ്റിട്ടില്ല. രാവിലെ മോറാന്ന് വിചാരിച്ചപ്പോൾ രാത്രി നമ്മൾ മോറാതെ വെച്ചാൽ പിന്നെ രാവിലെ നമുക്ക് പറയണ്ട. അടുക്കളയ്ക്ക് വരുമ്പോൾ തന്നെ എന്തോ പോലെയാണ് കേട്ടോ. പാത്രങ്ങളൊക്കെ കൂട്ടത്തിൽ കാണലും അതുപോലെ തന്നെ ഒരു അടുക്കള മൊത്തം ഒരു വൃത്തിയില്ലായ്മയാണ് കേട്ടോ. അപ്പോൾ കഴിയണതും ഞാൻ പാത്രങ്ങളൊക്കെ രാത്രി തന്നെ മോറി വെക്കും. വലിയ ചട്ടി കൊടുക്കുക മാത്രം പിറ്റേന്നേക്ക് വെക്കുള്ളൂ കേട്ടോ. ഇന്നലെ വയ്യാത്തതുകൊണ്ട് ഞാൻ ഒന്നും മോറിയിട്ടില്ലായിരുന്നു, അതുപോലെയാണ് പോയി കിടന്നതായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ അതൊക്കെ മുറ്റടിക്കൽ കഴിഞ്ഞ് കാണും പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച്. പിന്നെ ഇതാ നമ്മൾ പൊടി വാട്ടി കുഴച്ചിട്ടാണ് കേട്ടോ കട്ടിപ്പത്തിരി ചുടുന്നത്. പ്രസ്സുമ്മ അമർത്തിയിട്ടുള്ള പത്തിരിയാണ് കേട്ടോ. അതും ഉള്ളിയും തക്കാളിയും കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. നൂലപ്പത്തിൻ്റെ അച്ച് ഇപ്പോൾ കാണാനില്ലാത്തതുകൊണ്ട് ഇപ്പോൾ നൂലപ്പം ചുട്ടിട്ട് കുറേ ഇരിക്കണം കേട്ടോ. നൂലപ്പത്തിൻ്റെ അച്ച് എവിടെയോ പോയിട്ടോ, കാണേനില്ല. അപ്പോൾ ഇനി നൂലപ്പത്തിൻ്റെ അച്ച് വാങ്ങിയാലേ നൂലപ്പം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അച്ചുട്ടി കുറേ ദിവസം കേട്ടോ നൂലപ്പത്തിന് പറയണത്. നൂലപ്പം ഉണ്ടാക്കിയിട്ടില്ല, പിന്നെ കുറേ ദിവസമായിട്ട് അപ്പം ഉണ്ടാക്കിയിട്ട്. പിന്നെ ഞാൻ അധികം കട്ടിപ്പത്തിരിയും പുട്ടും ഓട്ടടയും ദോശയും അത് തന്നെ ഉണ്ടാക്കൽ കേട്ടോ. പിന്നെ ഇതാ ചായയൊക്കെ ഇവിടെ റെഡി ആയിക്കണം. ചായ പാൽ ചായയാണ് ഇപ്പം ഉണ്ടാക്കൽ. കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ പാൽ ചായയാണ്. കാരണം അനിയത്തിയൊക്കെ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഉമ്മ കുറച്ച് പാൽപ്പൊടി തന്നിരുന്നിട്ട് അവിടെ പെരയ്ക്ക് പാൽപ്പൊടി കൊടുത്തിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പാൽപ്പൊടി എനിക്ക് തന്നിരുന്നു ഞാൻ ചെന്നപ്പോട്ടാ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നും പാൽ ചായ കൊടുക്കൽ മക്കൾക്ക് കേട്ടോ, പാൽ ചായ ഉണ്ടാക്കൽ. അല്ലെങ്കിൽ എന്നും കട്ടൻ ചായ വെക്കാറ്. അപ്പോൾ പാൽപ്പൊടി കിട്ടിയപ്പോൾ പിന്നെ പാൽ ചായ ഉണ്ടാക്കും കേട്ടോ. കുട്ടികൾക്കും ഇഷ്ടമാണ് പാൽ ചായ. അങ്ങനെ ഇതാ നമ്മൾ അച്ചുട്ടിയൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട്. അച്ചുട്ടി ഇതാ ഓടുകയാണ് കേട്ടോ. ചില ദിവസങ്ങളിൽ രാവിലെ എണീറ്റ് വരുമ്പോൾ ഒരു കുറുമ്പാണ് ഈ കാരം. അപ്പോൾ എന്നാൽ ഒക്കെ ചായ കിട്ടണം. അതിൻ്റെ ഇടയിൽ കട്ടിപ്പത്തിരിയൊക്കെ ഓരോന്നായിട്ട് പ്രസ്സുമ്മ അമർത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചിലതൊക്കെ ചുട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിലർക്ക് നെയ്യുണ്ട്, 1/2 kg നെയ്യുണ്ട് കേട്ടോ. നെയ്യുവാണെങ്കിൽ നെയ്യ് കൂട്ടി തിന്നും ചോദിച്ചാൽ, അതല്ലാന്നുണ്ടെങ്കിൽ തക്കാളിയും ഉള്ളിയും കൂടി ഇങ്ങോട്ട് കൂട്ടാനാക്കി ഉണ്ടാക്കിയിരിക്കുകയാണ്. അച്ചുട്ടിക്ക് ഇനി ചായ വേണമെന്ന് പറഞ്ഞിട്ട് ചായയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുട്ടികളെല്ലാവരും ചായപ്പൊടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ അവിടെ മീനൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. മീൻ ഇവിടെ മാന്തളാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. മാന്തൾ മീനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നല്ല വലിപ്പമുള്ള മാന്തളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊരിച്ചെടുക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാന്തളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. പിന്നെ ചിരങ്ങ ഉണ്ട് കേട്ടോ, കറി നല്ല നാടൻ ചിരങ്ങ കൊണ്ടുവന്നിന്ന് വയ്ക്കാം. അപ്പോൾ കറി ചിരങ്ങ കറിയും വെക്കണം. പിന്നെ പഴം, അപ്പോൾ തൊടിയിൽ നിന്ന് ഒരു വാഴക്കൊല കിട്ടിയിരുന്നിട്ട് 2 കൊല കിട്ടിയിരുന്നു. ഒന്ന് പോപ്പിച്ചാൻ വെച്ചിരിക്കണം, പിന്നെ ഒന്ന് ഇതേപോലെ കൂട്ടാനും വെക്കാനും എടുത്തിരിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വേണം നമുക്ക് നനച്ചുള്ളിപ്പണി തുടങ്ങാണ്ട് കുറച്ചും കൂടി ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്നലെ തുടങ്ങി വെച്ചിരിക്കണേ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടിട്ടാ, ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഒന്ന് കുറച്ചുകൂടെ എടുക്കാനുണ്ട്. അതിൻ്റെ ബാക്ക് ഭാഗവും ജനലും കാര്യങ്ങളൊന്നും തുടച്ചിട്ട് മുന്നിലെ 2 റൂമും ഇങ്ങോട്ട് കഴിച്ചിട്ടാണ്. ഓഫീസ് റൂമും തായേരിയും ഇങ്ങോട്ട് കഴിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ബാക്ക് ഭാഗത്തെ ജനലൊക്കെ ഒന്ന് തുടക്കാനുണ്ട്, ബാക്ക് ഭാഗം ഒന്ന് ക്ലിയർ ആക്കാണ്ടിട്ടാണ്. അതിനായിട്ടൊക്കെ ഒരുങ്ങണം. അപ്പോൾ ചോറും കൂട്ടാനും ഒക്കെ ആക്കിയിട്ട് നമ്മൾ നനച്ചുള്ളിപ്പണിക്ക് ഒരുങ്ങാൻ നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കഴിയുമ്പോൾ ഒക്കെ പാടൊരു ഇതേക്കാരം കേട്ടോ, ഒരു വയ്യായേക്കാരം, ക്ഷീണവും കുഴക്കും, പിന്നെ ചോറുണ്ടാക്കാനൊന്നും കഴിയൂല. ആ കുഴക്ക് ചോറ് എല്ലാം റെഡിയായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് തിന്നാനും കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ അങ്ങോട്ട് ചോറും കൂട്ടാനും റെഡിയാക്കിയിട്ടാണ് നനച്ചുള്ളി പരിപാടി തുടങ്ങുക കേട്ടോ. അപ്പോൾ ഇതാ ചിരങ്ങ അങ്ങോട്ട് കുറച്ച് കഞ്ഞിവെള്ളമൊക്കെ പറന്ന് കൊടുത്തിട്ട് തോന്നുന്നു താളിപ്പിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് താളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല നാടൻ ചിരങ്ങ ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കറി.
പിന്നെ ഇതാ മീനൊക്കെ മസാല കൂട്ടി ഇവിടെ വെച്ചിരിക്കണം. ഇനി മീനൊന്ന് പൊരിച്ചെടുക്കണം. പിന്നെ ഇതാ കുക്കറിൽ തന്നെ അങ്ങോട്ട് വെച്ചിട്ടോ പഴം ഉപ്പേരി. എന്ത് സാധനം നമ്മൾ കുക്കറിൽ വെച്ചാൽ നമുക്ക് ഗ്യാസ് കുറേ ലാഭിക്കാനായിട്ട് പറ്റൂട്ടോ. അപ്പോൾ അതിന് വേണ്ടി ചെറിയൊരു കുക്കർ ഇപ്പോൾ നാളെ വാങ്ങിയപ്പോൾ കുക്കർ കിട്ടിയിരിക്കണേ. അപ്പോൾ ഞാൻ കഞ്ഞിവെള്ളത്തിലുണ്ട് നമ്മൾ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പഴം രസമാണ് കേട്ടോ, കുന്നമ്പഴമാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടം നല്ല വന്താലൊക്കെ പഴം കേട്ടോ. പിന്നെ മീനങ്ങോട്ട് പൊരിച്ചെടുക്കുകയാണ്. മീനും രാത്രിയിലേക്കുള്ള ചിലപ്പോൾ ഞാൻ ഒന്നായിട്ടാണ് പൊരിച്ച് വെക്കും. അതല്ലാന്നുണ്ടെങ്കിൽ രാത്രി വേറെ പൊരിച്ചലാണ് കേട്ടോ. ഇത് മാന്തളായതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാം മൊത്തമായിട്ട് ഇപ്പം തന്നെ അങ്ങോട്ട് പൊരിച്ചെടുക്കുകയാണ്. ആ പൊരി കഴിഞ്ഞിട്ട് വേണം കുറച്ചും കൂടെ അങ്ങോട്ട് പൊരിച്ചെടുക്കാനുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ ഉച്ചക്കത്തെ ചോറ്റുംപടിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത്. ഞാൻ പഴംപൊരി ഇന്ന് ബറാത്ത് രാവായതുകൊണ്ട് ഇവിടെ പഴംപൊരിയാണ് ഉണ്ടാക്കണത് കേട്ടോ. പഴംപൊരിക്ക് വേണ്ടിയിട്ട് പഴകഥ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മാവ് ഞാനൊരു അരമണിക്കൂർ മുമ്പ് ഞാൻ മാവ് കൂട്ടി വെച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ മൈദയും കുറച്ച് അരിപ്പൊടിയും ചെറിയൊരു കാടമുട്ടി ഇട്ടിക്കണ്. പിന്നെ ചേർത്തുകാണ് കുറച്ച് പഞ്ചസാരയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടുകാണ് നന്നായിട്ട് തന്നെ അടിച്ചങ്ങോട്ട് റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. മിക്സിയിലൊന്നല്ല അടിച്ചിരിക്കണത് കേട്ടോ. ഞാൻ കൈ കൊണ്ട് തന്നെ ഞാൻ റിഷൻ്റെ വീട്ടിൽ പോയപ്പോൾ റിഷൻ്റെ പഴംപൊരി നല്ല രസമുണ്ട് കേട്ടോ. നല്ലൊരു സോഫ്റ്റ്നെസ്സും അതുപോലെ നല്ല നന്നായിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു എങ്ങനെയാണ് മാവ് കൂട്ടിയിട്ട് വെച്ച് ഓൾ പറഞ്ഞു തന്നെ നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് തന്നെ കൈയിൻ്റെ അടിഭാഗം കൊണ്ട് പള്ള കൊണ്ട് നന്നായിട്ട് തന്നെ പരത്തി ഇങ്ങോട്ട് ചുട്ട് കൊടുക്കുക കേട്ടോ. പരത്തി ഇങ്ങോട്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ സോഫ്റ്റ് കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുണ്ട് ഞാൻ ഇന്ന് മാവ് കൂട്ടിയത്. പിന്നെ ഇതാ കാക്കാൻ്റെ വീട്ടിൽ നിന്ന് താത്ത അവിടെ ഒരു വെച്ചിരിക്കണത് കറിയാണ് കേട്ടോ. ചക്കരയാണ് ഗോതമ്പ് കറി വെച്ചിരിക്കണത്. അപ്പോൾ അത് കുറച്ച് കൊണ്ടുവന്നിരിക്കണം. പിന്നെ നമ്മൾ ഉണ്ടക്കേങ്ങ് കണ്ടെന്ന് ഇക്ക കൊണ്ടുവന്ന് ഇന്നലെ. അപ്പോൾ ഉണ്ടക്കേങ്ങ് വൈകുന്നേരം കുട്ടികൾക്ക് സ്കൂളുള്ള ദിവസമല്ലേ. അപ്പോൾ സ്കൂളിട്ട് വരുമ്പോൾ ഉണ്ടക്കേങ്ങ് കണ്ട് പീങ്ങിക്കണം കേട്ടോ. ഇത് വൈകുന്നേരം ചായക്ക് കുടിച്ചാനാണ് പഴംപൊരി ഉണ്ടാക്കുന്നത്. ഉണ്ടക്കേങ്ങൊക്കെ പീങ്ങി കുറേയൊക്കെ തിന്ന് പോയിട്ടുണ്ട്. സ്കൂളൊക്കെ വിട്ട് വന്ന് ആ പടിയിലാണ് കേട്ടോ. സ്കൂളൊക്കെ വിട്ട് വന്ന് മക്കളൊക്കെ എല്ലാവരും ഉണ്ടക്കേങ്ങ് കുറച്ച് ബാക്കിയായിട്ടാണ്. ചിലവർ ചോറ് നിന്ന് ചിലവർ ഉണ്ടി നിന്നിട്ടാ. അപ്പോൾ ഇത് പഴംപൊരി മാഷാ അല്ലാഹ് കുഴപ്പമില്ല, നന്നായിട്ട് നല്ല സോഫ്റ്റ് നല്ല നന്നായൊക്കെ ചെയ്തതിന് പഴംപൊരി കേട്ടോ. അപ്പോൾ ഒരു പഴം ഞാൻ നീളത്തിലല്ല കേട്ടോ, ഒരു പഴം നടു പൊളിച്ചിട്ടാണ് കേട്ടോ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിരിക്കുന്നത്. ചിലപ്പോൾ ഞാൻ ഒരു പഴം ഒന്നായിട്ട് നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കും. പക്ഷെ ഇന്ന് ഞാൻ നടു പൊളിച്ചിട്ട് കഷ്ണങ്ങളാക്കിയതാണ് കേട്ടോ. മക്കൾ ഇതാ അവിടെ നേരത്തെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ബുക്കൊക്കെ എഴുതാനുള്ളതും വായിക്കാനുള്ളതൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. മക്കളിതാ എല്ലാവരും ഖുർആൻ ഓതിക്കൊണ്ട് നിൽക്കുകയാണ്. അച്ചൂട്ടിയും പൊന്നും അതായത് ഏകദേശം പഴംപൊരിയൊക്കെ ചുട്ട് തീരാറായിട്ടുണ്ട്. മക്കൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പഴംപൊരി കഴിഞ്ഞോ ചൂടാറിയോ എന്ന് വെച്ച് വന്നുകൊണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫുള്ള് അങ്ങോട്ട് ചുട്ട് തീരട്ടെ, ചൂടാറട്ടെ, എന്നിട്ട് തരാം പഴംപൊരി എന്ന് പറഞ്ഞിട്ട് കറി അങ്ങോട്ട് കൊടുത്തിട്ട് താത്താടന്ന് കൊടുക്കുന്ന കറി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കറി അങ്ങോട്ട് കൊടുത്തിട്ട് കുട്ടികൾക്ക് ഓരോ ഗ്ലാസ്. അപ്പോൾ ശർക്കര നമ്മൾ പണ്ടൊക്കെ നെയ്യപ്പോ അതോ കുയ്യപ്പോ കഴുത്തപ്പം അത് ചക്കര ചോറ് അതൊക്കെയാണ് ബറാത്തിന് ഉണ്ടാക്കുക കേട്ടോ. ഇപ്പോൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ പഴംപൊരിയാണ് കേട്ടോ. അധികം നെയ്യപ്പം ചുടണം എന്ന് വിചാരിച്ചത്. പിന്നെ അരി കിട്ടിയില്ല, അരിയൊക്കെ അരച്ച് വെക്കണ്ടേ. അപ്പോൾ അതിന് പറ്റിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ പഴം കൊണ്ടുവച്ചാണ്ട് പഴംപൊരി അങ്ങോട്ടാക്കി. പിന്നെ കറി ചക്കര കൊണ്ടുള്ള കറി താത്താടന്ന് കിട്ടുകയും ചെയ്ത്. അച്ചുട്ടി പഴംപൊരി തരീന്ന് പറഞ്ഞ് ടേസ്റ്റ് ഉണ്ടാകാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് വന്നതാണ് കേട്ടോ. ചെറിയ മക്കളുള്ളിടത്ത് അങ്ങനെ തന്നെയാണ്, നമ്മൾ ചുട്ടിടണത് കാത്തിരിക്കുക ഒരു വാരി കൊണ്ടുപോകാൻ. അപ്പോൾ മറ്റോലും ആരും കണ്ടിട്ട് ഇനി ഓരോരുത്തർ ഇങ്ങനെ വന്ന് നോക്കി നയിക്കണ തിന്നാനയക്കണ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞിരുന്നൂടി. അപ്പോൾ ഇതിന് ചായയും കടിയും കൂടി തരാമെന്നും പറഞ്ഞയച്ചതാണ്. അല്ല ചുട്ടിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഓള് വന്നതാണ് കേട്ടോ. ഓള് കുളി കഴിഞ്ഞ് കുറച്ച് നേരമായി എല്ലാവരും അവിടെ എഴുതാനൊക്കെ ഉള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാ ഉണ്ടക്കേങ്ങ വേണമെങ്കിൽ തിന്നോന്ന് പറഞ്ഞപ്പോൾ അച്ചുട്ടി ഉണ്ടക്കേങ്ങ വേണ്ട പഴംപൊരി മതി എന്ന് പറഞ്ഞുകൊണ്ട് ഓള് സ്ലൈറ്റും ഉണ്ട് കയ്യിൽ അടുക്കളയിൽ വന്നിരുന്ന് പഴംപൊരി തിന്നാനിട്ട് രസമുണ്ട് ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. ഉണ്ടക്കേങ്ങ ഏതായാലും ബാക്കിയായ കോലാണ് കേട്ടോ. ഞാൻ ഫുള്ളായിട്ട് ഉണ്ടാക്കുകയും ചെയ്ത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉണ്ടക്കേങ്ങ. അപ്പോൾ ഫുള്ളായിട്ട് ഉണ്ടാക്കുകയും ചെയ്ത് മക്കൾ കുറച്ച് 2 തിന്നിട്ടുള്ളൂ, 2 ചോറാ തിന്നിട്ടോ. സ്കൂളിൽ വിട്ടുന്ന മാന്തളമീൻ പൊരിച്ചെന്നല്ല, മാന്തളമീൻ ആയതുകൊണ്ട് തന്നെ അല്ലും പൊന്നും ഒക്കെ ചോറാ തിന്നത് സ്കൂളിൽ വന്നപ്പോൾ കേട്ടോ. അതിൽ പിന്നെ ചായക്കടി അവിടെ ഉണ്ടക്കേങ്ങ അവിടെ നിന്ന്. പിന്നെ വൈകുന്നേരത്തെ ഏതായാലും പഴംപൊരി ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പം ഞാൻ അത് ചിലവാകില്ല. അപ്പോൾ ബാക്കി ആക്കി കളണ്ട വിചാരിച്ചാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ പൊന്നൂസ് ഓക്ക് കൊടുത്ത് പഴംപൊരി എന്ന് പറഞ്ഞാണ്ട് പൊന്നൂസ് വന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഓരോന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇക്ക വരാനായിട്ടുണ്ട് നേരെ കേട്ടോ. അപ്പോൾ ചായ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ചായയും കടിയും കൂടി മക്കൾക്ക് അങ്ങോട്ട് കൊടുക്കണം.
കുറച്ച് കഴിഞ്ഞപ്പോൾ ഇച്ചിക്കാൻ്റെ ഒച്ചപ്പാട് കേട്ട് ഇക്കാൻ്റെ വണ്ടിൻ്റെ ഒച്ചപ്പാട് കേട്ട ആ മക്കളെല്ലാവരും ഓടിച്ചെല്ലും കേട്ടോ. എല്ലാവരും ചെല്ലും. അമ്മാനു മാത്രമേ പോവാതെക്കുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും പോയിട്ട് ഇപ്പച്ചി എന്താ കൊണ്ടുവന്നേക്കണ്, ഇപ്പച്ചിൻ്റെ കയ്യിലെ പൊതി വാങ്ങാനായിട്ട് നമ്മൾ അച്ചൂട്ടിയും ചെല്ലും കേട്ടോ. ഇപ്പച്ചി ഇപ്പം എന്നും കൊണ്ടുള്ള ബത്തക്കയാണ്. ഇപ്പം അധികം ബത്തക്കായിട്ടാണ് വരിക കേട്ടോ. മറ്റേത് എന്തെങ്കിലും പൊരികളൊക്കെ ഉണ്ടാവും. ഇന്ന് ബത്തക്കയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ കാക്കാൻ്റെ പെരീക്ക് എന്തോ സാധനം കൊണ്ടുവച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പൊന്നൂസും അച്ചൂട്ടിനെയാണ് പറഞ്ഞയക്കണം കേട്ടോ. പൊന്നൂസിനെയും അല്ലൂസും അത് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതാ നമ്മൾ അച്ചൂട്ടിക്ക് ബത്തക്ക ആയപ്പോൾ എന്തോ മടി. മറ്റേത് അവൾക്ക് ഭയങ്കര സന്തോഷത്തിന് മണ്ടിടുന്നു. ഇപ്പോൾ പഴംപൊരിയൊക്കെ തിന്നുന്നത് ഓക്ക ഉണ്ടായതുകൊണ്ട് തന്നെ വല്ലാണ്ടൊന്നും ഓള് ഇപ്പച്ചി കൂടുന്ന ബത്തക്കായിട്ട് ഓടണില്ല കേട്ടോ. പൊന്നും അല്ലും കൂടിയും കാക്കടക്കുള്ള ബത്തക്ക കൊണ്ട് കൊണ്ടുപോയി കൊടുക്കുകയാണ്. അങ്ങനെ ഇതാ നല്ല മധുരമുള്ള നല്ല പൊടിയുള്ള വത്തക്കയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. ഇങ്ങനെ ഓരോ കഷ്ണം വത്തക്കയായിട്ട് വരും കേട്ടോ എന്നും. അപ്പോൾ വത്തക്ക കുട്ടിയൊക്കെ അപ്പം തന്നെ തിന്ന് തീർക്കും ചെയ്യും. നല്ലതാണല്ലോ ഈ ചൂടത്ത് വെള്ളം ചെല്ലണതല്ലേ. വത്തക്ക ആകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് നല്ലതാണ്. അങ്ങനെ ഇതാ ഇക്ക വന്നപ്പോൾ ഇക്ക ഉണ്ടക്കെങ്ങും ഇക്കാക്ക് പഴംപൊരിയും ഉണ്ടയും രണ്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇക്ക ചായയും ഉണ്ടക്കെങ്ങും കഴിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ബറാത്തിൻ്റെ വിഷയം ബറാത്ത് രാവിൻ്റെ വിശേഷം എന്നുള്ളത് ഇതൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിനിടയിൽ ഞാനും നിസ്കാരമൊക്കെ കഴിഞ്ഞ് ബാങ്ക് കൊടുത്തിരുന്നു കേട്ടോ. നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇക്ക വന്നപ്പോൾ ബാങ്ക് കൊടുത്തിരുന്നു. അപ്പോൾ കറി വേണ്ടിയവർക്ക് കറി വറന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗോതമ്പിൻ്റെ കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല മധുരമാണ്, നല്ല രസമുള്ള കറിയാണ് കേട്ടോ. ചക്കരയൊക്കെ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ചായ വേണ്ടിയവർക്ക് ചായയുണ്ട്, കറി വേണ്ടിയവർക്ക് കറിയുണ്ട് കേട്ടോ. പിന്നെ പഴം പൊരിച്ചവർക്ക് പഴംപൊരി വേണ്ടിയവർക്ക് പഴംപൊരിയുണ്ട്. പിന്നെ ഉണ്ട വേണ്ടിയവർക്ക് ഉണ്ടക്കിഴങ്ങ് കൊണ്ട് കേട്ടോ. ഒക്കെ നമ്മൾ ടേബിളിൽ കൊണ്ട് വെച്ച് കൊടുത്തേക്കണ്. അപ്പോൾ ഇന്ന് ആരും ബത്തക്ക തിന്നാൻ നിന്നിട്ടില്ല കേട്ടോ. കാരണം പഴംപൊരിയൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ബത്തക്ക അവിടെ വേസ്റ്റായി അവിടെ മാറി നിൽക്കണം കേട്ടോ. ബത്തക്ക ഇങ്ങനെ ഫ്രിഡ്ജിക്ക് വെക്കാൻ നാളെ നോമ്പല്ലേ, നാളെ നോമ്പുകൾക്ക് എടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് മാറ്റി വെച്ചതാണ്. ഇക്ക പിന്നെ കളി കാണാൻ വേണ്ടി വന്ന് കളിയൊക്കെ കാണാൻ ടി വിയിൽ കളി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടി ഇങ്ങോട്ട് ചായ കുടിച്ച് കാണാൻ ഓഫീസ് റൂമൊക്കെ അങ്ങോട്ട് പോയിക്കണം. നോമ്പെടുക്കണ്ടേ? ആരൊക്കെ നോക്കണ്ടേ? 4 കൈകൾ പൊന്തിയിട്ടുണ്ട്. പിന്നെ മനോടനെ ഉണ്ടാവും. അച്ചു നോക്കണ്ട? അച്ചു കുഴങ്ങൂലേ? ആരൊക്കെ നോമ്പ് വെക്കണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൈ പൊന്തിയിട്ടുണ്ട്. 4 ആളും കൈ പൊന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി രാത്രിയിലേക്ക് പെരച്ചയൊക്കെ എണീക്കാൻ വേണ്ടി പഴം കൊണ്ടുവരണം. പഴം ചായയും കുടിച്ചിക്കാണ്ട് അങ്ങോട്ട് നോൽക്കണം എന്ന് വിചാരിച്ചിട്ട് പെരച്ചയൊക്കെ നീച്ചിക്കാണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ തന്നെയായിരുന്നു ഞങ്ങളുടെ ബറാത്ത് രാവിൻ്റെ വിശേഷം എന്നുള്ളത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ബൈ.